മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ നമുക്ക് പറയാൻ കഴിയൂല. അല്ലാഹുവേ പടച്ചവനെ, അതുകൊണ്ടാണല്ലോ നമ്മളെല്ലാവരും മഗ്‌രിബിന്റെ നമസ്കാര ശേഷം നമ്മളിങ്ങനെ ദുആ ചെയ്യും. അതേപോലെ സുബ്ഹി നമസ്കാരം കഴിഞ്ഞിട്ടും അല്ലാഹുവേ നമ്മൾ കരങ്ങൾ ഉയർത്തിയിട്ട് റബ്ബേ അവിടുന്ന് ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ, അല്ലാഹുവേ നീ നരകമോചനം നൽകണേ അല്ലാഹുവേ പടച്ചവനെ, പരിശുദ്ധമായ റമളാൻ നമ്മോട് വിട പറഞ്ഞല്ലോ. ആ റമളാനിൽ നമ്മളൊക്കെ ദുആ ചെയ്തിരുന്നല്ലോ. അല്ലാഹുവേ പടച്ചവനെ, അല്ലാഹുമ്മ അത്ഖിനി മിനന്നാർ വഅദ്ഖിൽനൽ ജന്നത യാ റബ്ബൽ ആലമീൻ. നമ്മളൊക്കെ ദുആ ചെയ്തല്ലോ. അല്ലാഹുവേ നരകമോചനത്തെ നമ്മൾ ചോദിച്ചല്ലോ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹൻ നാസ് വൽ ഹിജാറാ. ആ നരകമെന്ന് പറയുന്നത് റബ്ബേ കത്തിയാളുന്ന നരകത്തില് അല്ലാഹുവേ പടച്ചവനെ, നരകത്തിനകത്തിട്ട് കത്തിക്കുന്നത് മനുഷ്യനെയും കല്ലുകളുമാണല്ലോ. അതുകൊണ്ട് നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ കുടുംബത്തെ ശരീരത്തെയും ആ നരകത്തെ തൊട്ട് കാക്കണമെന്ന് പരിശുദ്ധമായ ഖുർആൻ അല്ലാഹുവേ അവിടുന്ന് നമ്മോട് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമ്മോട് ഇങ്ങനെ വിളിച്ചിട്ട് നമ്മോട് ഓർമ്മപ്പെടുത്തുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ മക്കളുടെ കാര്യത്തില്, നമ്മുടെ വീട്ടുകാരുടെ കാര്യത്തില് റബ്ബേ നമ്മൾ ഇന്നേ വരെ അങ്ങനെയുള്ള വിഷയങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ലാഹുവേ നീ ഞങ്ങളെ കാക്കണേ നീ ഞങ്ങൾക്ക് നല്ല മനസ്സ് നൽകണേ അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കള് റബ്ബേ നരകത്തിലേക്ക് തള്ളിവിടല്ല റഹ്മാനേ. നരകത്തിൽ കത്തിക്കുന്നത് മനുഷ്യനെയാണടാ. ഇന്ന് നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ കത്തിക്കുന്ന തീയുണ്ടല്ലോ, ആ തീയിന്റെ അടുത്തേക്കൊന്ന് ചെന്നിട്ട് റബ്ബേ ഒന്ന് നിന്നാൽ തന്നെ എന്തൊരു ചൂടാ. നമുക്ക് സഹിക്കാൻ കഴിയുന്നുണ്ടോ? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, അല്ലാഹുവേ പടച്ചവനെ, നമ്മള് അതേപോലെ ആ തീയിലേക്കൊരു കല്ലെടുത്തിട്ട് നോക്കണേ. ആ കല്ല് കരിയാറുണ്ടോ? കല്ല് കരിയണമെങ്കിലുള്ള ചൂടെന്ന് ആലോചിച്ചു നോക്കണേ. എത്രത്തോളം വേണമല്ലോ. അല്ലാഹുവേ നീ ഞങ്ങളെ കാക്കണേ ആ നരകത്തിന്റെ വാസന പോലും നീ ഞങ്ങളെ കേൾപ്പിക്കല്ല അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്, അസ്സൗമു ജന്നത്തും മിനന്നാർ. പരിശുദ്ധമായ റമദാൻ മാസം കടന്നു വന്നപ്പോ റബ്ബേ നമ്മളൊക്കെ നോമ്പെടുത്തില്ലേ? നമ്മളൊക്കെ ഒരുപാട് നോമ്പെടുത്തവരാണല്ലോ. അല്ലാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാ, നോമ്പെന്ന് പറയുന്നത് നരകത്തിൽ നിന്നുള്ള ഒരു പരിചയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവേ പടച്ചവനെ, നമ്മൾ എപ്പോഴും റബ്ബിനോട് ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് നമ്മൾ ദുആ ചെയ്യണല്ലോ. റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാനത് ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വമഖാമാ.
പടച്ചവനെ നമ്മൾ ദുആ ചെയ്യണല്ലോ. അല്ലാ, നരക ശിക്ഷയെ നീ ഒഴിവാക്കി തരണേ റബ്ബേ. വല്ലാത്ത വേദനയുള്ളതാണ് നരക ശിക്ഷ എന്ന് പറയുന്ന, എന്ന് ഉദ്ദേശിക്കുന്ന പടച്ച റബ്ബിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ആയത്ത് അല്ലാഹുവേ പടച്ചോനെ നമ്മൾ കേൾക്കുന്നതാണല്ലോ. അതുകൊണ്ട് നമ്മൾ റബ്ബിനോട് ദുആ ചെയ്യണേ. മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവേ അവിടുന്ന് പറയുകയാ, മുത്തുനബി എപ്പോഴും കൂടുതലായിട്ട് ദുആ ചെയ്യുന്നത്. അല്ലാഹുവേ അനസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുവേ പടച്ചവനെ 5 നേര നമസ്കാരത്തിന് റബ്ബേ നമ്മുടെ പള്ളിയിലെ ഇമാം ദുആ ചെയ്യാറുണ്ടല്ലോ. ഈ ദുആയാണ് മുത്തുനബി എപ്പോഴും ദുആ ചെയ്യാറ്. എന്തേ കാരണമെന്നറിയോ? അല്ലാഹുവേ ഇത് നരകത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. നരക ശിക്ഷയെ തൊട്ട് കാവല് ചോദിക്കുകയാണ് ചെറുപ്പക്കാരാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, അല്ലാഹുവേ പടച്ചവനെ ആ നരകത്തെ ഒന്ന് പേടിക്കണേ. ആ നരകത്തെ ഒന്ന് നമ്മൾ പേടിക്കണേ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പഠിപ്പിക്കുകയാ, എല്ലാവരും വല്ലാതെ കിടുകിടാ വിറക്കുന്ന സംഭവം ഏതെന്നറിയോ? അല്ലാഹുവേ പടച്ചവനെ അത് നരകത്തിന്റെ മുമ്പിലാ, അത് മഅ്ശറയുടെ മുമ്പിലാ. മുത്തുനബി അവിടെ നിന്ന് പറയുകയാണ്, ഫത്തഖുന്നാർ, നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണേ. അതൊരു കാരക്കയുടെ ചീള കൊണ്ടാണെങ്കിലും, ഒരു കാരക്കയുടെ ചീളെടുത്തിട്ട് കൊണ്ടാണെങ്കിലും, ഇനി നിങ്ങൾക്ക് അതിന് കഴിയില്ലേ, എന്നാ നിങ്ങളുടെ സംസാരങ്ങൾ നിങ്ങൾ നന്നാക്കണേ. മറ്റുള്ളവരോട് ഇടപഴകുമ്പോ, മറ്റുള്ളവരോട് സംസാരിക്കുമ്പോ നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധ കൊടുക്കണേ. അങ്ങനെ എങ്കിലും നിങ്ങൾ ആ നരകത്തിന്റെ ഏറ്റവും വലിയ ഭയാനകമായ ശിക്ഷയെ തൊട്ട് നിങ്ങൾ രക്ഷ നേടണേ. അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും അവിടുന്ന് പഠിപ്പിക്കുകയാണ്, ലാ തൻസവുൽ അദീമതൈൻ. 2 കാര്യങ്ങളുണ്ടല്ലോ, അത് വലിയ 2 സംഭവങ്ങളാണ്. ആ 2 കാര്യങ്ങളെ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. അവിടുന്ന് മുത്തുനബി അവിടുന്ന് പറയുകയോ, ഒന്നാമത്തത് നരകമാണല്ലോ, പിന്നെ സ്വർഗമാണല്ലോ. ആ 2 കാര്യങ്ങളുണ്ടല്ലോ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മറന്നു കളയല്ലേ. നിങ്ങളുടെ ജീവിതത്തിൽ ശ്രദ്ധ കൊടുക്കണേ. അല്ലാഹുവേ പടച്ചവനെ നരകത്തിന്റെ ഏറ്റവും വലിയ ഭയാനകതയെ കുറിച്ചിട്ട് അവിടുന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവേ നീ ഞങ്ങളെ കാക്കണേ അല്ലാ. ഉമ്മ ആ നരകത്തിന്റെ തീയിനെ കുറിച്ചൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? അല്ലാഹുവേ നരകത്തിലെ തീയിൽ നിന്ന് അല്ലാഹു ഒരു അംശമാണല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തിട്ടുള്ളത്. എന്നിട്ട് ആ നരകത്തിലെ തീയിനെങ്ങനെ വീര്യം കുറക്കുകയാണ്. അല്ലാഹുവേ സ്വർഗത്തിനകത്ത് കൊണ്ടുപോയിട്ടിട്ട് അല്ലാഹുവേ ഇങ്ങനെ വീര്യം കുറക്കുകയാ. അതിന്റെ വീര്യം കുറച്ച് അതിനെ ഇങ്ങനെ അംശയിച്ച് അവസാനം ഒരുപാട് ടെസ്റ്റ് നടത്തിയിട്ട് അതിന്റെ ഒരു അംശം മാത്രമാ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലേക്ക് ഇട്ടിട്ടുള്ളത്. റബ്ബേ ഈ ചൂട് തന്നെ നമുക്ക് സഹിക്കാൻ കഴിയുന്നുണ്ടോ? റബ്ബേ ഇന്ന് ഉച്ച സമയത്ത് നമ്മളൊന്ന് പുറത്തിറങ്ങിയാ അല്ലാ എന്തൊരു ചൂടാ, നമുക്ക് സഹിക്കാൻ കഴിയുന്നുണ്ടോ?
അല്ലാഹുവേ നമുക്ക് താങ്ങാൻ കഴിയുന്നുണ്ടോ? റബ്ബേ നമുക്ക് എന്തൊരു പ്രയാസമാണ്. നമുക്ക് കേൾക്കുമ്പോ തന്നെ റബ്ബേ തീനെ കുറിച്ച് കേൾക്കുമ്പോ തന്നെ പേടിയാണല്ലോ. കിലോമീറ്ററുകൾക്കകലെ അല്ലാഹുവേ മൈൽ കണക്കിനകലെ ദൂരെ നിൽക്കുന്ന സൂര്യന്റെ ഈ ചൂട് വരെ ഞങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നില്ല അല്ലാഹ്. നാളെ പരലോകത്തേക്ക് കടന്നു വരുമ്പോ റബ്ബേ അവിടുത്തെ നരകത്തിന്റെ ചൂട്, അവിടുത്തെ സൂര്യന്റെ ചൂട്, അല്ലാഹുവേ അവിടുത്തെ തീയിന്റെ ചൂട്, ഇത് ഞങ്ങൾക്ക് താങ്ങാൻ കഴിയുമോ അല്ലാഹുവേ നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. പടച്ചവനെ നാളെ പരലോകത്തേക്ക് നരകത്തെ കൊണ്ടുവരുന്ന രംഗമുണ്ട് ചെറുപ്പക്കാരാ. എങ്ങനെയെന്നറിയോ? 70,000 മലക്കുകൾ പിടിച്ചിരിക്കുകയാണ് റബ്ബേ. 70,000 ചെങ്ങലകളെ ഇങ്ങനെ ബന്ധിച്ച് ഓരോ ചെങ്ങലകളിലുമുണ്ടല്ലോ, ഓരോ കുളത്തുകളിലുമുണ്ടല്ലോ റബ്ബേ. 70,000 മലക്കുകളാണ് അങ്ങനെ ബന്ധിപ്പിച്ച് പിടിച്ചിരിക്കുകയാണ് അല്ലാഹുവേ. അങ്ങനെയാ നരകത്തെ കൊണ്ടുവരുന്നത്. നരകം ഇങ്ങനെ അട്ടഹസിക്കുകയാണ്, നരകം ഇങ്ങനെ പൊട്ടിക്കരയുകയാണ് അല്ലാഹുവേ. പടച്ചവനെ നരകത്തെ കൊണ്ടുവരുന്നത് കാണുമ്പോ തന്നെ റബ്ബേ അവിടുന്ന് പേടിയാണ്. എടുത്ത് ചാടുന്ന കുതിരയെ പോലെ ചാടുകയാണല്ലോ അല്ലാഹുവേ. പടച്ചവനെ അതാണ് നരകമെന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ മുമ്പിൽ വന്നിട്ട് നരകം ഇങ്ങനെ അട്ടഹസിക്കുകയാണ്. എനിക്കുള്ള ആളുകളെവിടെ? എനിക്ക് റബ്ബേ വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നരകം അവിടെ നിന്നിങ്ങനെ വല്ലാതെ അട്ടഹസിക്കുകയാണ് അല്ലാഹുവേ. പടച്ച റബ്ബേ നരകത്തിന്റെ അട്ടഹാസം കേൾക്കുമ്പോ, നരകത്തിന്റെ അട്ടഹാസം കാണുമ്പോ അല്ലാഹുവേ അവിടുന്ന് ജനങ്ങള് പേടിക്കുകയാണല്ലോ, അവിടുന്ന് വല്ലാതെ പേടിക്കുകയാണല്ലോ അല്ലാഹുവേ. പടച്ചോനെ നരകത്തിന്റെ അവസ്ഥ ഇതാണ് ചെറുപ്പക്കാരാ. അല്ലാഹ് നരകത്തിലൊരു പാനീയമുണ്ടടാ, നരകത്തിലൊരു പാനീയമുണ്ടല്ലോ. ആ നരകത്തിലെ പാനീയമെങ്ങാനും റബ്ബേ ഒരാള് കുടിച്ചാൽ അല്ലാഹുവേ ആ പാനീയം ഇങ്ങനെ ഇറങ്ങിപ്പോയ സ്ഥലമുണ്ടല്ലോ, ആ സ്ഥലം മുഴുവൻ വെന്തുരുകുകയാണല്ലോ റബ്ബേ. അങ്ങനെയാണ് നരകത്തിലെ പാനീയം എന്ന് പറയുന്നത്. നരകവാസികൾക്ക് മഴ വേണം അല്ലാഹുവേ. അവരിങ്ങനെ വല്ലാതെ അത്ഭുതത്തോടെ, വല്ലാതെ സങ്കടത്തോടെ അല്ലാഹുവേ നരകത്തിന്റെ മലക്കുകളോട് പറയുമല്ലോ, ഒരു നേരത്തേക്ക് മഴ തരുവോ റബ്ബേ, ഞങ്ങള് പ്രയാസത്തിലാണ് അല്ലാഹുവേ. അവിടെ നിന്ന് വല്ലാതെ പൊട്ടിക്കരഞ്ഞിട്ട് അട്ടഹസിക്കുന്ന ജനങ്ങൾക്ക് മുമ്പിൽ അവിടുന്ന് മേഘം ഇങ്ങനെ മൂടുകയാണല്ലോ. നരകവാസികൾ സന്തോഷിക്കുമല്ലോ അല്ലാഹുവേ. പടച്ചവനെ മഴ കിട്ടുമെന്ന പ്രതീക്ഷയിൽ അവരിങ്ങനെ സന്തോഷം കൊള്ളുമ്പോ അല്ലാഹുവേ അത് നരകത്തിലെ തീയിന്റെ മഴയാണല്ലോ. പടച്ചോനെ പാമ്പുകളും തേളുകളും ഇങ്ങനെ പെയ്യിക്കുകയാണല്ലോ അല്ലാഹുവേ. എന്തൊരു അദാബാണ് നരകമെന്ന് പറഞ്ഞ ഒരു നേരം ഇരുന്നിട്ടൊന്ന് ആലോചിച്ചാൽ ഹൃദയത്തിന് വല്ലാത്ത വേദന വരുന്ന രംഗമാണല്ലോ അല്ലാ നരകം. ഈ മജ്‌ലിസിലിരിക്കുന്ന ഒരാളെയും റബ്ബേ, ഞങ്ങളുടെ ബന്ധപ്പെട്ട, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മമാര്, കൂടെ പിറപ്പുകളെ ബന്ധപ്പെട്ടവര് ആരെയും നീ നരകത്തിൽ കടത്തല്ലേ അല്ലാ, നരകത്തിൽ കടത്തല്ലേ അല്ലാ. ഞങ്ങൾക്കത് താങ്ങാൻ കഴിയില്ല റബ്ബേ. കേൾക്കുമ്പോ തന്നെ വല്ലാത്ത പേടിയാണല്ലോ. ഞങ്ങളെ നീ നരകത്തിൽ കടത്തല്ലേ റഹ്മാനേ. അല്ലാഹുവേ നരകം എന്ന് പറഞ്ഞ പൊന്നുമോളെ, ഉമ്മ ഇതാണ് നരകം എന്ന് പറഞ്ഞ അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, നരകത്തിലേക്ക് നാളെ മഹ്ശറയിലേക്ക് കടന്നു വരുന്ന ചില ആളുകളുണ്ട്. അവരുടെ രംഗം എന്ന് പറയുന്നത് പടച്ചോനെ ഉഹുദ് മലയോളം വരുന്ന വലിപ്പമാ അവരുടെ വയറ്.
ചിലപ്പോൾ അവിടെ പിൻദ്വാരം ഉഹദ് മലയോളം. പടച്ചോനെ, ഒരുപാട് വലിപ്പമുള്ള ചുമലുകളുമായിട്ട് ഒരു മനുഷ്യൻ 3 ദിവസം യാത്ര ചെയ്താൽ അല്ലാഹുവേ പടച്ചോനെ, എത്രത്തോളം വൈദൂരമുണ്ടോ അതേ നീളത്തിലായിരിക്കും അവിടെ ചുമലുകൾ, ശരീരത്തിന്റെ നീളം എന്ന് പറയുന്നത്. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ അവരാക്കിയത്? എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ അവരാക്കിയത് എന്നറിയോ? പടച്ചോനെ, അത് ശിക്ഷയുടെ കാഠിന്യം കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോ ഇത്ര വലിപ്പമുള്ള ചെറിയൊരു സാധനമാണ് എങ്കിൽ അതിന്റെ തലക്കൊന്ന് കത്തിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ തീരുന്നത് വരെ അത് തീർന്നു, അത് നമുക്ക് നമ്മുടെ വേദന നിന്നു. പക്ഷേ ഒരുപാട് ദൂരത്ത് നിന്ന് വലിപ്പമുള്ളതാണ് നമ്മുടെ കയ്യ്. അപ്പൊ അതിന്റെ തല അവിടെ നിന്ന് കത്തിച്ചിടും തുടങ്ങി. പടച്ചോൻ, അത് എത്രയോ കത്തി വരുന്നുവോ അത്രത്തോളം നമ്മളിങ്ങനെ വേദന അനുഭവിക്കും എന്നതാണ്. അതിന് വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ മനുഷ്യനെ പരീക്ഷിക്കുന്നത്. പടച്ചോനെ, ഇതാരിക്കാ ദുനിയാവിന്റെ തൊലിക്ക് പുറത്ത് ജീവിക്കുമ്പോൾ ഒരു നിമിഷമെങ്കിലും, ഒരു അണുമണി തൂക്കമെങ്കിലും മനസ്സിനകത്ത് അല്ലാഹു എന്ന സിട്ടാവിനെ ഓർക്കാത്തവനിക്കുള്ളതാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അല്ലാഹ് നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. പടച്ച റബ്ബ് നമുക്ക് തുണ വേണം. അതിന് വേണ്ടി റബ്ബിനോട് ചോദിക്കാം. ഇതൊക്കെയാണ് റഹ്മാനെ നരകം എന്ന് പറഞ്ഞ. ഇത് എനിക്കും നിങ്ങൾക്കും ഒക്കെ അല്ലാഹു തആല കാണിക്കും. എപ്പോ നന്മയോടെ ജീവിക്കാതെ റബ്ബേ ദുനിയാവ് എന്ന ചിന്തയില്ല, ദുനിയാവ് എന്ന ചിന്തയോട് കൂടി മാത്രം ദുനിയാവിൽ ജീവിച്ച അബൂദർ റളിയല്ലാഹു തആല അൻഹുവിനെ കൊടുത്തു നോക്കൂ, എത്ര വലിയ അനുഗ്രഹമാ. അല്ലാഹുവേ പടച്ചോനെ, ആ നരക ശിക്ഷയെ തൊട്ട് നീ ഞങ്ങളെ കാക്കണേ റഹ്മാനെ. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു നരകെന്ന് പറഞ്ഞ പടച്ചോനെ അവിടുന്ന് കരയുമായിരുന്നു. പടച്ചോനെ, മഹ്ശറയെ കുറിച്ച് പറയുമ്പോ, പടച്ചോനെ നരകത്തെ കുറിച്ച് പറയുമ്പോ, അല്ലാഹുവേ പടച്ചോനെ ഖബർ എന്ന് കേട്ട അവിടുന്ന് വല്ലാതെ കരയുമായിരുന്നു. എല്ലത് കേട്ടാലും കരയും, പക്ഷെ ഖബറിനെ കുറിച്ച് കേട്ട ഒന്നും കൂടെ ഉറക്കെ കരയുമായിരുന്നു, ഒന്നും കൂടെ ശക്തിയോടെ കരയുമായിരുന്നു. എന്തേ കാരണം? പടച്ചോനെ, അത് പേടിച്ചിട്ടാടാ. ഹൃദയത്തിൽ അല്ലാഹു എന്ന ചിന്ത കടന്നു വന്നത് കൊണ്ടാ. പടച്ചോനെ, ഈ നരകവും സിറാത്തും ഖബറും ഹിസാബും എല്ലാം നമുക്ക് വരാനുണ്ട്. ഹിസാബും ഒക്കെ നമുക്ക് വരാനുണ്ട്. ഞാനും നിങ്ങളും ഒരിക്കലും ഇതിൽ നിന്നും ഒഴിവാകൂല. അല്ലാഹുവേ, നീ ഞങ്ങളെ കാക്കണേ റഹ്മാനെ. അല്ലാഹ് പടച്ചോനെ, നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ആ നരകത്തിൽ ഏറ്റവും ചെറിയ ശിക്ഷ എന്ന് പറയുന്നത് പടച്ച റബ്ബേ, ഒരു മനുഷ്യന്റെ കാലിന്റെ ചുവട്ടിനകത്ത് ഇങ്ങനെ വെക്കുത്തരെ ഒരു തീയിന്റെ കട്ട. ആ തീയിന്റെ കട്ട കൊണ്ട് അവന്റെ തലച്ചോറിങ്ങനെ നമ്മൾ അരി വെള്ളത്തിലിട്ടിട്ട് ആ ചോറിങ്ങനെ തിളക്കുന്നത് പോലെ അവന്റെ തലച്ചോറ് തിളച്ച് മറിയുമെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴും ആ ചെറുപ്പക്കാരന്റെ വിചാരം, പടച്ചോനെ എനിക്കാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ശിക്ഷ എന്നതാണ്. ആ ശിക്ഷയുടെ കാഠിന്യം കൊണ്ട് അവന് വിചാരിക്കും, നമ്മൾ വിചാരിക്കും പടച്ചോനെ നമുക്കാണ് ഏറ്റവും വലിയ ശിക്ഷ എന്ന്. അല്ല ചെറുപ്പക്കാരായ, ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറയുന്നത് അതിലും വലുതുണ്ട്. ഏറ്റവും ചെറിയ ശിക്ഷയെ കുറിച്ചിട്ടാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുന്നത്. അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കട്ടെ. ആ നരകത്തിന്റെ ആയം എന്ന് പറയുന്നത് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയാ, പടച്ചോനെ ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അല്ലാഹുവേ പടച്ചവനെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ അല്ലാഹുവേ ഒരു മജ്ലിസിൽ ഇങ്ങനെ സ്വഹാബത്തിന്റെ കൂടെ ഇരിക്കുമ്പോഴാണ് വല്ലാത്തൊരു ശബ്ദം കേൾക്കുന്നത്. അല്ലാഹുവേ പടച്ചവനെ, അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബത്തിനോട് പറയുകയാണ്, സ്വഹാബ ആ ശബ്ദം എന്താണ് കേട്ടതെന്നറിയോ? സഹാബത്ത് അവിടുന്ന് പറഞ്ഞു, നബിയേ ഞങ്ങൾക്കറിയില്ല, നബിയേ ഞങ്ങൾക്കറിയില്ല റസൂലേ. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, പടച്ചവനെ ആ ഭീമാകാരമായ അട്ടഹാസം പോലെയുള്ള ഒരു വലിയ ശബ്ദത്തെ കുറിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, സ്വഹാബാ ആ ശബ്ദമെന്ന് പറയുന്നത് അല്ലാഹുവേ പടച്ചവനെ, അല്ലാഹുവിന്റെ മലക്കുകളുണ്ടല്ലോ, അല്ലാഹുവിന്റെ മലക്കുകളുണ്ടല്ലോ ഒരു കല്ലെടുത്തിട്ട് നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞതാണ്. 70 വർഷങ്ങൾക്ക് മുമ്പ് ഒരു കല്ല് എടുത്തിട്ട്, വലിയ പാറക്കല്ലെടുത്തിട്ട് നരകത്തിന്റെ അടിത്തട്ടിലേക്ക് വലിച്ചെറിയുകയാണ്. റബ്ബേ, അത് ചെന്ന് വീഴുന്ന ശബ്ദമാണ് കേട്ടത് സ്വഹാബ. അല്ലാഹുവേ, ഒരു വലിയ പാറക്കല്ല് എത്രത്തോളം വേഗതയിലാണ് കടന്നു പോകുന്നതെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുമല്ലോ.
നമുക്ക് ചിന്തിക്കാൻ കഴിയുമല്ലോ. അല്ലാഹുവേ പടച്ചവനെ, ഒന്ന് ആലോചിച്ചു നോക്കണേ. 70 വർഷം കഴിഞ്ഞിട്ടാണടാ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആയുസ് മുഴുവനും തീരുന്ന സമയമാ. ആ സമയം കഴിഞ്ഞിട്ടാണ് റബ്ബേ നരകത്തിന്റെ അടിത്തട്ടിലേക്ക് പാറക്കല്ല് ചെന്ന് വീഴുന്നത്. അല്ലാഹുവേ പടച്ചവനെ, ഇതാണ് നരകത്തിന്റെ ആഴമെന്ന് പറയുന്നത്. അല്ലാഹുവേ ആ നരകത്തെ കുറിച്ചിട്ട് നമ്മൾ കേട്ട് കഴിഞ്ഞാ നമ്മളൊന്ന് ഭയക്കണേ ചെറുപ്പക്കാരാ. നമ്മുടെ ഹൃദയത്തിലേക്ക് ഒരു ഭയം വരണേ, അല്ലാഹുവിനെ ഓർമ്മ വരണേ. അല്ലാഹുവേ പടച്ചവനെ, മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു മുസ്അബ് റളിയല്ലാഹു തആല അൻഹു യൂഫ്രട്ടീസ് നദിക്കരയുടെ ചാരത്തിൽ ഇങ്ങനെ നിൽക്കുകയോ. ആ സമയത്താണ് ഒരു ഖുർആനിലെ പരിശുദ്ധമായ ഖുർആനിലെ ആയത്ത് കേട്ടത്. ഇന്നൽ മുജ്രിമീന ഫീ അദാബി ജഹന്നമ ഖാലിദൂൻ. തെറ്റ് ചെയ്തിട്ട് അല്ലാഹുവേ ദുനിയാവിൽ ജീവിക്കുന്ന മനുഷ്യരുണ്ടല്ലോ, ആ മനുഷ്യന്റെ നരകത്തിന്റെ ഉള്ളിൽ ശാശ്വതമായ ജീവിതമാണെന്ന് പറയുമ്പോ റബ്ബേ ശരീരത്തിന്റെ ചലനമങ്ങ് നിൽക്കുകയാണല്ലോ. റബ്ബ് ശരീരം നിശ്ചലമായി മാറുകയാണല്ലോ. പഠിച്ചവനെ, വീണ്ടും അവിടെ നിന്ന് ഒരാള് സൂറത്തില് പരിശുദ്ധമായ ഖുർആനിലെ ആയത്തോതുകയാണ്. അല്ലാഹുവേ ലാ യുഫത്തറു അൻഹും വഹും ഫീഹി മുബ്ലിസൂൻ. ആ നരകവാസികളായ ജനങ്ങളുണ്ടല്ലോ, അല്ലാഹുവേ പടച്ചവനെ, അവർക്ക് ശിക്ഷയിൽ ഇളവില്ല എന്ന് പറയുന്ന പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് കേട്ടപ്പോൾ അല്ലാഹുവേ പടച്ചവനെ, യൂഫ്രട്ടീസ് നദിക്കരയിൽ നിന്ന് അല്ലാഹുവേ നദിയിലേക്ക് വീണിട്ട് ലോകത്തോട് വിട പറയുകയാ. അല്ലാഹുവേ പടച്ചവനെ, ശരീരമങ്ങ് നിശ്ചലമായി പോയില്ലേ, ശരീരത്തിന്റെ ചലനം നഷ്ടപ്പെട്ടു പോയല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്. സ്വഹാബാ, നിങ്ങൾക്ക് നരകമുണ്ടല്ലോ, പടച്ചവനെ നരകത്തെ നിങ്ങളെ കാക്കണേ. അത് എങ്ങനെയാണെന്നറിയോ? നിങ്ങളുടെ കണ്ണുകളെ നിങ്ങളൊന്ന് നനക്കണേ സ്വഹാബ, കണ്ണുകളെ ഒന്ന് നനക്കണേ സ്വഹാബ. ആ കണ്ണുകളെ നനച്ചുകൊണ്ട് പടച്ചവനെ നരകത്തെ ഒന്ന് പേടിക്കണേ. അതുകൊണ്ട് നരകത്തിന്റെ അദാബ് ഓർത്തിട്ട്, നരകത്തിന്റെ പാമ്പിനെ ഓർത്തിട്ട്, നരകത്തിന്റെ തേളുകളെ ഓർത്തിട്ട്, നരകത്തിന്റെ ശിക്ഷയെ ഓർത്തിട്ട് അല്ലാഹുവേ കണ്ണ് നനക്കുന്ന ആളുകളുണ്ടല്ലോ, കണ്ണ് നനക്കുന്ന ആളുകളുണ്ടല്ലോ. അല്ലാഹുവേ പടച്ചവനെ അവിടുന്ന് പറയുകയാണ്, ഇത്തകുന്നാർ, നിങ്ങൾ അങ്ങനെ നരകത്തെ സൂക്ഷിക്കണേ. അല്ലാഹുവേ പടച്ചവനെ, ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ 5ാമത്തെ ഖലീഫയാണല്ലോ അല്ലാഹുവേ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവേ നരകത്തിന്റെ ആയത്ത് ഓതിയിട്ട് സ്വഹാബത്തിന്റെ മുമ്പിൽ ഇങ്ങനെ ക്ലാസ് എടുക്കുകയാണല്ലോ. അല്ലാഹുവേ ഒരുപാട് ആളുകളുണ്ട് നരകത്തിന്റെ ആയത്തുകൾ ഇങ്ങനെ ഓതുകയാണ്, നരകത്തിന്റെ കുളത്തുകളെ കുറിച്ചിട്ട് പറയുകയാണ്. അല്ലാഹുവേ നരകത്തിന്റെ ഒരുപാട് ശിക്ഷകളെ കുറിച്ചിട്ട് പറയുമ്പോ അല്ലാഹുവേ നരകത്തിന്റെ ഭാഗങ്ങളെങ്ങാനും കടന്നു വന്നാൽ പിന്നെ അവിടെ നിന്ന് പൂർത്തിയാക്കാൻ കഴിയില്ലല്ലോ, പിന്നെ അവിടെ നിന്ന് ക്ലാസ് പൂർത്തിയാക്കാൻ കഴിയില്ല. അങ്ങനെ ലോകത്ത് നിന്ന് ഒരുപാട് മഹത്തുക്കൾ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ലാഹുവേ മഹാനായ മുജാഹിദ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവേ പടച്ചവനെ അവിടെ നിന്ന് പഠിപ്പിക്കുകയാ. അന്നന്നാറ ദുനിയാ തുദക്കിറു ബിനാരിൽ ആഖിറ. ഈ ദുനിയാവിലെ തീയുണ്ടല്ലോ ഉമ്മമാരെ, തീയിന്റെ അടുത്ത് നിന്നിട്ടല്ലേ നമ്മളൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറ്. നമ്മൾ ഭക്ഷണം പാകം ചെയ്യുന്നത് റബ്ബേ രാവിലെ തൊട്ട് ദുനിയാവിന്റെ തീയുമായിട്ട് ബന്ധപ്പെടുന്ന നമ്മള് അല്ലാഹുവേ മഹാനായ തങ്ങള് പഠിപ്പിക്കുകയാ. അന്നന്നാറ ദുനിയാ തുദക്കിറു ബിനാരിൽ ആഖിറ.
ഈ ദുനിയാവിലെ തീയുണ്ടല്ലോ അത് ആഖിറത്തിലെ തീയിനെ ഓർമ്മിക്കുന്നതാണ്. ഈ ദുനിയാവിലെ തീയെന്ന് പറഞ്ഞ അത് ആഖിറത്തിലെ നരകത്തിന്റെ തീയിനെ ഓർമ്മിക്കാനുള്ളതാണെന്ന് മഹാനായ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവേ, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു റബ്ബേ അവിടുന്ന് പറയുകയാണ്, മഹാനായ തങ്ങളുണ്ടല്ലോ ഒരു കൊല്ലന്റെ ആലയിലേക്ക് കടന്നു ചെന്ന ആ തീയിങ്ങനെ കറക്കുന്ന അതിന്റെ ഊത്തിന്റെ ശബ്ദം കേട്ട് കഴിഞ്ഞ ആ തീ പൊരിങ്ങനെ പാറുന്നത് കണ്ട അവിടുന്ന് ബോധരഹിതനായി വീഴുമായിരുന്നല്ലോ, അവിടുന്ന് ബോധം കെട്ട് വീഴുമായിരുന്നല്ലോ. അല്ലാഹുവേ പടച്ചവനെ, മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ ഒരു വിളക്ക് കത്തിക്കുകയാണ്. ഒരു വിളക്ക് ഇങ്ങനെ കത്തിക്കുമല്ലോ, ആ വിളക്ക് കത്തിച്ചിട്ട് തന്റെ കൈ ഇങ്ങനെ വിരലതിലേക്ക് ചൂണ്ടുകയാണ്. അല്ലാ അല്ലാ എന്നിട്ട് അവിടുന്ന് പറയുകയാ, യാ ഉമർ ഇബ്നുൽ ഖത്താബ് ഹല്ലക ഹാദാ സബ്റൻ, ഈ ഒരു വലിയ മുസീബത്തില്, ഈ ഒരു വേദനയിൽ നിനക്ക് ക്ഷമിക്കാൻ കഴിയുന്നുണ്ടോ? നിനക്ക് ക്ഷമിക്കാൻ കഴിയുന്നുണ്ടോ? പടച്ചവനെ, നരകത്തിന്റെ തീ ഇതിനേക്കാളും ചൂടുള്ളതാണടാ, ഇതിനേക്കാളും ചൂടുള്ളതാണ്. ഇത് നിനക്ക് സഹിക്കാൻ കഴിയുന്നുണ്ടോ എന്നവിടുന്ന് ചോദിക്കുമെന്ന് ചരിത്രം പഠിപ്പിക്കുകയാ. മഹാനായ റബീ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ പാതിരാ സമയത്ത് ഉറങ്ങുന്നില്ല. തന്റെ പുത്രി അടുത്ത് കിടക്കുന്നുണ്ടല്ലോ, അല്ലാഹുവേ അടുത്ത് കിടക്കുന്ന തന്റെ പുത്രി ഉണ്ടല്ലോ, അവിടുന്ന് ചോദിക്കുകയാണ്, യാ അബതി മാലക ലാ തനാം വന്നാസു യനാമൂൻ, എല്ലാ ജനങ്ങളും ഉറങ്ങിയിട്ടുണ്ടല്ലോ വാപ്പാ, എന്തേ നിങ്ങൾ ഉറങ്ങാത്തതെന്ന് ചോദിക്കുമ്പോ പടച്ചവനെ അവിടുന്ന് മഹാനായ തങ്ങളെ പഠിപ്പിക്കുകയാ. തന്റെ പൊന്നുമോളെ കയ്യെ പിടിച്ചിട്ട് പറയുന്നു, മോളെ ഇന്നന്നാറ ലാ തദഉ അബാക അയ്യനാമാ, ഈ ബാപ്പാക്ക് നരകത്തെ ഓർത്തിട്ട് ഉറക്കം വരുന്നില്ല, നരകത്തിന്റെ തീനാളത്തെ ഓർത്തിരിക്കുകയാ, നരകത്തിന്റെ അദാബിനെ ഓർത്തുപോയി. അടച്ചവനെ അല്ലാഹുവേ, നരകത്തിന്റെ തേളുകളെ കുറിച്ച്, നരകത്തിന്റെ പാമ്പുകളെ കുറിച്ച് എന്റെ ഹൃദയത്തിൽ അറിയാതെ ചിന്തിച്ചു പോയി പൊന്നുമോളെ. അതുകൊണ്ടുണ്ടല്ലോ അല്ലാഹുവേ പടച്ചവനെ, എനിക്ക് ഉറക്കം വരുന്നില്ലെന്ന് മഹാനായ തങ്ങളെ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ അവിടുന്ന് പഠിപ്പിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, അവസാനമായിട്ട് ഞാൻ പറയട്ടെ, അല്ലാഹുവേ നിർത്തുകയാണല്ലോ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹുവേ പടച്ചവനെ, ഒരൊറ്റ കാര്യം കൂടെ പറയുകയാണ്. ആദ്യം പറയുന്നത് എന്നോടാണ്, പിന്നെയാണ് നിങ്ങളോട് പറയുന്നത്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ആരായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു? കിസ്റാ പതിക്കും കൈസറും വിറക്കുന്നതാ, മലികുൽ മുഖവ്വിഫ് കേട്ടുടൻ ഞെട്ടുന്നതാ, അവരാണ് അമീറുൽ മുഅ്മിനീൻ ഉമറല്ലോ, ഭരണാധിപന്മാർക്ക് കുല്ലും ഇമാമല്ലോ. അല്ലാഹുവേ, കിസ്റ കേട്ടപ്പ വിറച്ച ഉമർ, കൈസർ കേട്ടപ്പ വിറച്ച ഉമർ. അല്ലാഹുവേ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരു വഴിയിലൂടെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ
ആ വഴി ഇബ്ലീസ് പോലും വരുന്നില്ലെന്ന് മുത്തുനബി പഠിപ്പിച്ച ഉമർ. അല്ലാഹുവേ, മക്കയിലെ ഏതെങ്കിലും ഒരു കുട്ടി കരയുന്നുണ്ടെന്ന് പറഞ്ഞ ഉമർ വരുന്നുണ്ടെന്ന് കേട്ടാ കരച്ചിൽ നിർത്തുമായിരുന്നല്ലോ. ഭക്ഷണം കഴിക്കാത്ത കുട്ടികള് അല്ലാഹുവേ ഉമർ വരുന്നുണ്ടെന്ന് പറഞ്ഞ കുട്ടികള് പേടിച്ചിട്ട് ഭക്ഷണം കഴിക്കുമായിരുന്നല്ലോ. അല്ലാഹുവേ, പടച്ചവനെ, അത്രയ്ക്കും ധീരനാണ് ഉമർ, അത്രയ്ക്കും ധീരനായിരുന്നു ഉമർ. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവേ പടച്ചവനെ, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അല്ലാഹുവേ, ഒരിക്കൽ ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോ അല്ലാഹു ഒരു ഈത്തപ്പന തോട്ടത്തിൽ നിന്ന് ആരോ വിളിച്ചു പറയുകയാണ്, ഉമറേ, ധിക്കാരിയാണോ ഉമറേ, നീ ധിക്കാരിയായിരുന്നല്ലോ ഉമറേ. അല്ലാഹുവേ, എത്ര വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട് ഉമറേ നീ. അല്ലാഹുവേ, ഇങ്ങനെ വിളിച്ചു പറയുന്നത് കേൾക്കുകയാണല്ലോ. പടച്ചവനെ, അനസ് റളിയല്ലാഹു തആല അൻഹു വല്ലാതെ അത്ഭുതപ്പെട്ടു പോയി. റബ്ബേ, ഉമറിനോട് ഇങ്ങനെ ചോദിക്കാൻ ആർക്കാണ് ധൈര്യമുള്ളതല്ലോ? ഉമറിന്റെ മുമ്പിൽ പെട്ടവരാരും തന്നെ വല്ലാതെ അല്ലാഹുവേ പേടിക്കാതെ പോയിട്ടില്ലല്ലോ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു എന്ന് പറയുമ്പോ എല്ലാവർക്കും പേടിയായിരുന്നല്ലോ. അതുകൊണ്ടല്ലേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഘാതകനായ അബൂ ലുഅ്ലുഅത്ത് എന്ന് പറയുന്ന മജൂസിയായ അടിമ റബ്ബേ നേരിക്കും നേരെ മുമ്പിലേക്ക് കടന്നു വന്നിട്ട് ഉമർ തങ്ങളെ ആക്രമിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടല്ലേ നിസ്കാരത്തിലേക്ക് നിൽക്കുന്ന ഉമർ തങ്ങള് റബ്ബേ ഹൃദയം വല്ലാതെ അല്ലാഹു ഒരു കൊച്ചുകുട്ടിയെ പോലെ കരയുകയാണ്. അങ്ങനെ കരയുന്ന സമയത്താണല്ലോ അല്ലാഹുവേ അബൂ ലുഅ്ലുഅത്ത് എന്ന് പറയുന്ന മജൂസിയായ അടിമ വന്നിട്ട് ഉമർ തങ്ങളെ കുത്തിയത്. അല്ലാഹ് നേരിക്കും നേരെ അല്ലാത്ത സമയത്ത് വന്നിട്ട് ഉമർ തങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ എത്ര വലിയ ധൈര്യശാലിക്കും കഴിയില്ലല്ലോ. അതാണടാ പവർ എന്ന് പറഞ്ഞ, അതാണടാ അന്തസ് എന്ന് പറഞ്ഞ, ധീരത എന്ന് പറഞ്ഞാൽ അതാണല്ലോ. ആ ധീരതയുടെ ഒരു ഭാഗത്ത് പോലെ ഇന്ന് നമ്മുടെ മുമ്പിൽ കാണുന്ന ഒരാൾക്കും ഇല്ലല്ലോ. അല്ലാഹുവേ, നീ ഞങ്ങളെ കാക്കണേ അല്ലാ. എന്റെ പ്രിയമുള്ളവരെ, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുകയാണ്, ഉമർ തങ്ങളെ വല്ലാതെ ചോദ്യങ്ങൾ ചോദിച്ച് വിരട്ടുകയാണ്. അല്ലാഹുവേ പടച്ചവനെ, ഇതിങ്ങനെ കേൾക്കുമ്പോ അല്ലാ വല്ലാതെ പേടിച്ചു പോയി ഞാന്. അല്ലാ, ആ ഈത്തപ്പന തോട്ടത്തിന്റെ മതിലിന്റെ അരുവിൽ നിൽക്കുന്ന ഞാന് റബ്ബേ അവിടേക്കൊന്ന് നോക്കുമ്പോ പടച്ചവനെ ആരാണെന്നറിയോ? മഹാനായ ഉമർ തങ്ങള് തന്നെയാണ്. തന്റെ നെഞ്ചകത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് സ്വന്തം വിചാരണ നടത്തുകയാണ്. അല്ലാഹുവേ, പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് കടന്നു ചെന്നിട്ട് അല്ലാഹ് വിചാരണ ചെയ്യുന്നതിന്റെ മുമ്പേ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണ നടത്തുന്നതിന്റെ മുമ്പേ റബ്ബേ അവിടെ നിന്ന് വിചാരണ നടത്തുകയാണ്. പാപങ്ങൾ ഏറ്റു പറയുകയാണല്ലോ റബ്ബേ, ശിക്ഷ നടപ്പിലാക്കുകയാണല്ലോ. അല്ലാഹുവേ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഉണ്ടല്ലോ, ആരെങ്കിലും കടന്നു വന്നിട്ട് എന്തെങ്കിലും വിധിക്ക് വേണ്ടി വന്നാ അവിടുന്ന് വിധി കഴിഞ്ഞ അവിടുന്ന് ചാട്ടവാറെടുക്കുകയാണ്. തന്റെ ദേഹത്ത് തന്നെ അടിക്കുമായിരുന്നല്ലോ. എന്നിട്ട് അവിടുന്ന് കുറ്റബോധം നടത്തിയിരുന്ന മഹാനാണ്. കള്ളില്ലാതെ പെണ്ണില്ലാതെ അല്ലാഹുവേ ഒരു നേരം ജീവിക്കാൻ കഴിയാത്തവരായിരുന്നല്ലോ ഉമർ. ഖത്താബിന്റെ മകൻ ഉമർ. ആ ഉമറാണടാ അല്ലാഹുവിന്റെ റസൂല് ദുനിയാവിൽ നിന്ന് തന്നെ സ്വർഗ്ഗം കൈ കൊടുത്തിട്ട് പറഞ്ഞു വിട്ടത്. അല്ലാഹുവേ, ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു വാക്കുണ്ട് പ്രിയമുള്ളവരെ.
ആ വാക്കാണ് ഈ സമയത്ത്, ഈ പാതിരാ സമയത്ത് ഈ മജ്‌ലിസിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, നമ്മുടെ മനസ്സിനകത്ത് കടന്നു വരേണ്ടത് ആ വാചകമാണല്ലോ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ സഹാബിയായ ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് പറയുമല്ലോ, ഹസിബൂ ഖബ്ല അൻ തുഹാസബൂ, നിങ്ങളെ വിചാരണ ചെയ്യപ്പെടുന്നതിന്റെ മുമ്പേ നിങ്ങൾ വിചാരണ ചെയ്യണേ, നിങ്ങളെ സ്വന്തം ഒന്ന് വിചാരണ ചെയ്യണേ. ഇത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയായ അള്ളാഹുവേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയാറുണ്ടല്ലോ. അല്ലാഹ് നമ്മളൊക്കെ ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്തെന്നറിയോ? നമ്മുടെ ജീവിതത്തിലെ നന്മകളെ എടുക്കണേ, നമ്മുടെ ജീവിതത്തിലെ തിന്മകളെ എടുക്കണേ. എന്ത് ചെയ്തടാ നമ്മളൊന്ന് ആലോചിക്കണേ ഉമ്മ.